നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 45-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ തന്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തുറന്ന് ഇരുമ്പ് ഓടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തിങ്കലും അസ്തമാനത്തിങ്കലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനും ഇല്ല എന്നറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ, മേലിൽ നിന്ന് പൊഴിക്കുക. മേഘങ്ങൾ നീതിയെ വർഷിക്കട്ടെ. രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ. അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നു. നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് അയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്ന് കൈപ്പണി അവന് കൈയില്ല എന്ന് പറയുമോ? അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും പറയുന്നവന് അയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ. എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവൻ്റെ വഴികളെയൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എൻ്റെ നാമം പണിയും. വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എൻ്റെ പ്രവാസികളെ വിട്ടയക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം ജനിച്ച് ഇസ്രായേലിന് നന്മ ചെയ്യുന്ന ഒരു പാർസി രാജാവായ കോരേശിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. വളരെ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. 21-ാം വാക്യം: ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. 22-ാം വാക്യം: സകല ഭൂവാസികളുമായുള്ള ഒരു എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറെ ദൈവം ഇല്ലല്ലോ. 18-ാം വാക്യം: ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവനതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഇസ്രായേലിന് ഉപകാരം ചെയ്യുവാൻ പോകുന്ന കോരേശിനെ ദൈവം ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നെന്നും അവന് പ്രവർത്തിപ്പാൻ വേണ്ടി ദൈവം തടസ്സങ്ങളെ നീക്കി വഴി തുറന്നു കൊടുക്കുമെന്നും സകല നന്മകളും നൽകുമെന്നുമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത്. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്: നീയും ഭൂമിയിലുള്ള സകലരും സൂര്യോദയം മുതൽ അസ്തമാനം വരെയുള്ള സകല ജാതികളും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ് സത്യദൈവം എന്ന് അറിയേണ്ടതിനാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതെന്നാണ്. ദൈവം മനസ്സുണർത്തിയിരിക്കുന്ന കോരേശ് എന്ന രാജാവ്
ഇസ്രായേലിനായി യെരൂശലേം നഗരം പണിയുമെന്നാണ് 13-ാം വാക്യം പറയുന്നത്. നാം വായിച്ചത്, ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു, അവൻ്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും, അവൻ ഈ നഗരം പണിയും. ഇസ്രായേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് പ്രബലപ്പെടുന്നതിനാൽ ചുറ്റുമുള്ള ജാതികൾ ഇസ്രായേലിനോട് തോൽക്കുന്ന കാലം വരുമെന്നാണ് 14 മുതൽ 17 വരെ പറയുന്നത്. അവരെല്ലാം യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ ബാബേലിൽ നിന്നുള്ള വിടുതൽ, അത് തുടർന്നുണ്ടാകുന്ന അവരുടെ അനുഗ്രഹങ്ങൾ ഒക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു നിഴലാണ്. ഒപ്പം ഈ കോരേശ് മൂലം ഇസ്രായേലിന് ബാബേലിൽ നിന്നുണ്ടാകാൻ പോകുന്ന ആ വിടുതലും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാസനായ ദൈവപുത്രനായ കർത്താവായ യേശു മൂലം മനുഷ്യവർഗത്തിന് ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെയും ദൈവരാജ്യത്തിൻ്റെയും ചിത്രമാണ്. ബാബേലിൽ നിന്ന് വിടിവിക്കപ്പെടുന്ന ഇസ്രായേൽ യഹോവയിൽ ആശ്രയിക്കണം, യഹോവയിൽ പ്രത്യാശ വയ്ക്കണം, അവര് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങണം. അതായിരുന്നു യെശയ്യാവിലൂടെ ദൈവം ആഗ്രഹിച്ച് ഇങ്ങനെയൊരു പ്രവചനം എഴുതാൻ കാരണം. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, ഇങ്ങനെയുള്ള പ്രവാചകന്മാരിലൂടെ ദൈവം ഈ ആശയങ്ങൾ ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള ആശയങ്ങൾ അറിയിച്ചെങ്കിലും മലാഖിയുടെ കാലത്തോടെ ദൈവം ദൂതറിയിക്കുന്നത് നിർത്താനിടയായി. പിന്നെ 400 വർഷം യാതൊരു ദൈവവചനവും ഇസ്രായേൽ കേട്ടിട്ടില്ല. അന്ധകാരകാലം ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ച് ദൈവവചനം കേൾക്കാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട്. ഇന്ന് ബൈബിൾ നമുക്ക് വായിക്കാം, മാധ്യമങ്ങളിലൂടെ കേൾക്കാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറവുകളെ കണ്ട് ഉണർന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വളരെ വലിയതാണ് എന്നുള്ളതാണ് ഈ അധ്യായം പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.